നമ്മളെല്ലാവരും ഒരേപോലെ കാത്തിരുന്ന ആ സംഭവം നടന്നിരിക്കുകയാണ് ഗൈസ്. ദവിത് കറ്റാലയെ കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്താക്കിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ മൊത്തത്തിൽ നമ്മളെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ തോൽവി മൊത്തം ദവിത് കറ്റാലിൻ്റെ തലയിൽ കെട്ടിവെക്കാൻ പറ്റുമെന്നൊന്നും നമ്മൾ കരുതണ്ട. കാരണം മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ദവിത് കറ്റാലയെ മാറ്റിയെന്നും പറഞ്ഞിട്ട് മാത്രം കേരള ബ്ലാസ്റ്റേഴ്സ് ഇനിയുള്ള കളിയെല്ലാം ജയിക്കുമെന്നൊന്നും പറയാനൊന്നും പറ്റില്ല. അപ്പോൾ ദവിത് കറ്റാല വന്നതിന് ശേഷം ISL കളിച്ചതിന് ശേഷം 6 മത്സരമാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ കോച്ചായിട്ട് മുമ്പോട്ട് കൊണ്ടുപോയത്. അതിൽ 5 മത്സരവും തോൽവിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് കിട്ടിയത്. അതിൽ ഒരെണ്ണം സമനിലയാണ്. ആ സമനിലയ്ക്ക് ദവിത് കറ്റാലയ്ക്ക് ഒരു ബന്ധവുമില്ല. കാരണം അത് അക്സലിൻ്റെ ഒരു കഴിവുകൊണ്ട് ആ ഹെഡറിലൂടെ ഗോൾ അടിച്ചുകൊണ്ട് മാത്രമാണ് അതൊരു സമനിലയിൽ അവസാനിച്ചത്. എന്തായാലും നല്ലൊരു തീരുമാനമാണ് മാനേജ്മെൻറ്റ് എടുത്തിരിക്കുന്നത്. എന്നാൽ പോലും മാനേജ്മെൻറ്റ് ആവശ്യമുള്ള കാര്യങ്ങളൊന്നും ബ്ലാസ്റ്റേഴ്സിന് ചെയ്യുന്നില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനി അടുത്ത